ഈ അനിൽകുമാറിനെ സ്വാഭാവികമായും തടയണമെന്ന് VC നിർദ്ദേശം നൽകിയ ആർക്കാണ്? ഇനി രജിസ്ട്രാറെ തടഞ്ഞില്ല എന്ന് പറഞ്ഞാൽ പാവം സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് നടപടിയൊക്കെ അവർക്കുണ്ടാവുമോ? ഇതിനിടയിൽപ്പെട്ടു പോകുന്ന മനുഷ്യരുണ്ടല്ലോ ഷഫീദ്. ലക്ഷ്മി, സർവകലാശാല ആസ്ഥാനത്തിന്റെ കോമ്പൗണ്ടിന്റെ ചുമതല ഇവിടുത്തെ ഒരു ചീഫ് സെക്യൂരിറ്റി വാർഡനാണ്. സ്വാഭാവികമായും അദ്ദേഹം ഇവിടെ ഉണ്ട്. അദ്ദേഹത്തെ അടക്കം നമുക്ക് ഈ ചീഫ് വാർഡനെ ഈ ദൃശ്യങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് സുരക്ഷാ ചുമതലയുള്ള ഉദ്യോഗസ്ഥനെയാണ്. അവരടക്കം ഇവിടെ ഉണ്ട്. പക്ഷെ അവർക്കറിയാം അവർക്കൊന്നും ചെയ്യാൻ കഴിയില്ല. കാരണം വന്ന് കയറിയിരിക്കുന്നത് രജിസ്ട്രാറാണ്. മാത്രവുമല്ല അപ്പുറത്തൊരു തിട്ടൂരം പോലെ വന്നിരിക്കുന്നത് അത് VC-യുടെ ഒരു മുന്നറിയിപ്പാണ്. അതെങ്ങനെ പാലിക്കപ്പെടണമെന്ന് അറിയില്ല. തൊട്ടിപ്പുറത്ത് ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങളുണ്ട്. അവർ ഒരു തരത്തിലും ഈ മിനി കാപ്പനെ ചുമതല ഏറ്റെടുക്കാനോ KS അനിൽകുമാറിനെ തടഞ്ഞാൽ അതിനെ നേരിടുമെന്നും അവർ പറഞ്ഞിട്ടുണ്ട്. സ്വാഭാവികമായും ആ രീതിയിലുള്ളൊരു പ്രതിസന്ധി കേരള സർവകലാശാല ആസ്ഥാനത്ത് നിലനിൽക്കുകയാണ്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ നമ്മുടെ ഒരു ക്യാമറയിലെ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. അദ്ദേഹം അകത്തേക്ക് കയറിയിട്ടുണ്ട്, അകത്തേക്ക് ഇരിക്കുന്നുണ്ട്. ഇനി ഏതെങ്കിലും തരത്തിൽ സെക്യൂരിറ്റി ഓഫീസേഴ്സ് അദ്ദേഹത്തോട് ബന്ധപ്പെട്ട് തുടരാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ അതിനുശേഷം എന്തായിരിക്കും KS അനിൽകുമാറിന്റെ നിലപാടെന്നുള്ളത് ശ്രദ്ധേയമാണ്. അദ്ദേഹം ഇപ്പോഴും ഉറച്ചു പറയുന്നു, നിയമത്തിന്റെ വഴിക്ക് നടക്കട്ടെ, മറ്റൊന്നുമില്ല. താൻ ഹൈക്കോടതിയെ സമീപിച്ചു, ഹൈക്കോടതി അക്കാര്യത്തിൽ തീർപ്പ് കൽപ്പിച്ചു, അതിനപ്പുറത്തേക്ക് മറ്റൊരു കാര്യത്തിനും ഇല്ല. പക്ഷേ അതേസമയം VC ഇനി എത്തുമോ? VC മോഹനൻ കുന്നുമ്മൽ ഇവിടേക്ക് എത്തിയാൽ സ്വാഭാവികമായും SFIയുടെയും DYFയുടെയും ഒക്കെ പ്രതിഷേധം അദ്ദേഹത്തിന് നേരിടേണ്ടി വരും. അദ്ദേഹം ഈ സർവകലാശാല ആസ്ഥാനത്തെത്തി ആദ്യം ഒപ്പിടുന്നത് ഒരുപക്ഷെ KS അനിൽകുമാറിനുള്ള കടുത്ത അച്ചടക്ക നടപടിയാണോ എന്നുള്ളതും ഒരു ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. അതടക്കമുള്ള കാര്യങ്ങൾക്ക് കുറച്ച് മിനിറ്റുകൾ കൂടി കാത്തു നിൽക്കേണ്ടി വരും. ഇന്ന് 11 മണിക്ക് മാസ്കറ്റ് ഹോട്ടലിൽ വളരെ കൗതുകമുള്ളൊരു പരിപാടിയുണ്ട്. അതായത് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ഹാർലേക്കർ, മന്ത്രി V ശിവൻകുട്ടി, VC മോഹൻ കുന്നുമ്മൽ അടക്കം പങ്കെടുക്കുന്ന ഒരു പരിപാടിയുണ്ട്. കുട്ടി എത്തുമോ എന്നറിയില്ല. പക്ഷേ ആ പരിപാടിക്ക് ശേഷമായിരിക്കും ഒരുപക്ഷെ VC മോഹൻ കുന്നുമ്മൽ ഇവിടേക്ക് വരുന്നത്. അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിന് പ്രതിഷേധങ്ങൾ നേരിടേണ്ടി വരും. അദ്ദേഹം ഇവിടെ എത്തിയാൽ ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങളും SFIയും DYFയും ഒക്കെ തടയുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത്തരം നാടകീയ നീക്കങ്ങളടക്കം നമുക്ക് കേരള സർവകലാശാല ആസ്ഥാനത്ത് പ്രതീക്ഷിക്കാം. ഹാഷ്മി. ഉമേഷ് ബാലകൃഷ്ണൻ, ഈ പറഞ്ഞ രണ്ട് രജിസ്ട്രാർമാർ ഒരു സർവകലാശാലയ്ക്ക് ഉണ്ടാവുന്നു എന്നുള്ള അങ്ങേയറ്റം അസാധാരണമായ സാഹചര്യം അവിടെ ഉണ്ടാവുന്നു. ഇത് രാഷ്ട്രീയ തർക്കം മാത്രമല്ല, ഇതിപ്പോൾ വ്യക്തിപരമായ ഈഗോ കൂടി വർക്കൗട്ട് ആവുമല്ലോ ഉറപ്പായും. ഇവരൊന്നും ഈഗോയ്ക്ക് മോശമല്ലല്ലോ ഉമേഷ്. ഇപ്പോൾ VC മോഹൻ കുന്നുമ്മൽ പറയുകയാണ് സർവകലാശാലയിലേക്ക് രജിസ്ട്രാർ തരുമെന്ന് പറയുകയാണ്. എന്നാ ഒന്ന് കാണണമല്ലോ, കസേരയിൽ കയറിയിരിക്കുന്നു. ഇത് അടുത്ത കാലത്തൊന്നും പരിഹരിക്കില്ല എന്ന് തോന്നുന്നു ഉമേഷ്. അതെന്തായാലും ഒരു കടലാസിന്റെ വില പോലും നൽകാതെ മാറ്റിക്കളഞ്ഞുകൊണ്ട് ഇപ്പോൾ രജിസ്ട്രാറുടെ ഓഫീസിലേക്ക് ചേംബറിൽ കയറിയിരിക്കുകയും ചെയ്തിരിക്കുന്നു. ചേംബറിൽ PAയുടെ ഓഫീസിന്റെ അകത്തൂടെ കയറിയാണ് ചേംബറിലേക്ക് കയറിയത്. അദ്ദേഹത്തിന് ഈ സെക്യൂരിറ്റി ഓഫീസിന്റെ, അതായത് ഏറ്റവും മുന്നിൽ നിന്ന് സെക്യൂരിറ്റി ഓഫീസിന്റെ ആ ഭാഗത്ത് രണ്ട് ഭാഗത്തും ഇടത് സർവീസ് സംഘടനകളുടെ പ്രതിനിധികളും ഉണ്ടായിരുന്നു. ഈ രീതിയിൽ സുരക്ഷ നൽകിക്കൊണ്ട് തന്നെയാണ് രജിസ്ട്രാറിന്റെ ചേംബറിലേക്ക് എത്തിച്ചത്. എന്തായാലും ഇനി തൊട്ട് മിനി കപ്പൻ ഡയറക്ടർ ഓഫ് പ്ലാനിംഗ് ആൻഡ് ഡെവലപ്മെന്റ് എന്ന പോസ്റ്റാണ് വഹിക്കുന്നത്. മിനി കപ്പൻ താഴേക്ക് വരുമോ, താഴേക്ക് വന്ന് രജിസ്ട്രാറുടെ പോസ്റ്റിലേക്ക് ഇരിക്കുമോ, അതോ രജിസ്ട്രാർക്ക് ഈ ഫയലുകൾ, അതായത് പ്രത്യേകിച്ച് സർവകലാശാല ഓർഡർ ഇറക്കിയ, പക്ഷേ ഇപ്പോഴങ്ങനെയല്ല. സർവകലാശാല അതൊരു ഉത്തരവായി ഇറക്കിയിരിക്കുന്നു. സർവകലാശാല ഉത്തരവായി ഇറക്കിയ സാഹചര്യത്തിൽ ഇനി ഫയൽ മൂവ്മെന്റുകൾ, അതാണ് ഇതിൽ ഏറ്റവും സുപ്രധാനമായി നടക്കാൻ പോകുന്നത്. ഈ ഓരോ ദിവസവും രജിസ്ട്രാർ കാണേണ്ട ഫയലുകൾ ഉണ്ടാകും, രജിസ്ട്രാർ അത് അപ്രൂവ് ചെയ്യേണ്ട ഫയലുകൾ ഉണ്ടാകും. ഈ ഫയൽ മൂവ്മെന്റ് എല്ലാം ഓൺലൈനായിട്ടാണ് പോകുന്നത്. ഓൺലൈൻ മൂവ് ചെയ്യുന്ന ഫയലുകൾ ആരുടെ അടുത്തേക്ക്, ആരുടെ സിസ്റ്റത്തിലേക്ക് പോകും, ആരായിരിക്കും അതിൽ നടപടിയെടുക്കുന്നത്, അതാണ് ഇനി കാണേണ്ടത്. അങ്ങനെയാണെങ്കിൽ ഒരുപക്ഷെ ഉദ്യോഗസ്ഥ തലത്തിൽ രജിസ്ട്രാർ എന്ന് തീരുമാനിക്കുന്നത്, അല്ലെങ്കിൽ രജിസ്ട്രാറുടെ ചുമതല ചേംബറിലെത്തി ഇരുന്നാൽ മാത്രം പോരാ, ആ ഫയൽ മൂവ്മെന്റുകളിൽ കൃത്യമായി ഒപ്പിട്ട് അല്ലെങ്കിൽ തീരുമാനമെടുത്ത് മുന്നോട്ട് പോകുന്നത് ആരാണ് എന്നുള്ളത് കൂടി ഒരു അധികാര കേന്ദ്രം ആരാണ് എന്ന് തീരുമാനിക്കുന്നതിൻ്റെ ഒരു ഘടകമാണ്. അങ്ങനെ കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ VCയെ പൂർണ്ണമായി കേരള സർവകലാശാലയിലെ ഉദ്യോഗസ്ഥരും തള്ളി എന്ന് നമുക്ക് പറയാൻ കഴിയും. എന്തായാലും ഇപ്പോൾ രജിസ്ട്രാർ ആ VCയുടെ ഉത്തരവ്, VCയുടെ നിർദ്ദേശം പൂർണ്ണമായി തള്ളി. ഇവിടുത്തെ സെക്യൂരിറ്റി ഉദ്യോഗസ്ഥരും VCയുടെ നിർദ്ദേശം പാലിച്ചില്ല. VCയുടെ നിർദ്ദേശത്തിന് പുല്ലുവില മാത്രമാണ് ഇവിടുത്തെ സെക്യൂരിറ്റി ജീവനക്കാർ പോലും നൽകിയത്. അവർ രജിസ്ട്രാറെ തടഞ്ഞില്ല. രജിസ്ട്രാർക്ക് വളരെ സുഗമമായി രജിസ്ട്രാറുടെ ചേംബറിലേക്ക് എത്തുകയും അവിടെ ചുമതല ഏറ്റെടുക്കാനും കഴിഞ്ഞിരിക്കുന്നു. ഇനി തുടർ നീക്കങ്ങൾ ഇനി VCയുടെ ഭാഗത്താണുള്ളത്. VCയുടെ ഭാഗത്ത് എന്ത് തുടർ നീക്കം ഉണ്ടാകുമെന്നുള്ളതാണ് അറിയേണ്ടത്. ഷാഷ്മി. ഓക്കെ, ഉമേഷ് ബാലകൃഷ്ണൻ വിവരങ്ങൾ നൽകണം. ഷഫീദ് റാത്തൂർ തുടർന്നു. ഷഫീദ്, സിസാ തോമസിന്റെ ഏറ്റവും ഒടുവിൽ ഇറങ്ങിയ ഒരു ഉത്തരവ് ഈ പറയുന്ന രീതിയിൽ ഈ ഫയലുകളൊന്നും അങ്ങോട്ടേക്ക് പോകണ്ട, രജിസ്ട്രാർക്ക് പോകണ്ട, അത് മിനിക്കാപ്പിന് പോയാൽ മതി എന്ന് പറഞ്ഞാൽ ആരും ഏതെങ്കിലും തരത്തിൽ സമവായത്തിനോ വെടിനിർത്തലിനോ തയ്യാറാവുന്നില്ല. അത് രജിസ്ട്രാർ അങ്ങോട്ടേക്ക് എത്തിയിരിക്കുന്നു. ഇപ്പോൾ നിയമം നോക്കിയാൽ ഒരു പക്ഷേ
നിയമിക്കാനുള്ള നിയമനാധികാരി സിൻഡിക്കേറ്റ് ആണെന്നത് ഈ പറഞ്ഞ രീതിയിൽ വ്യക്തമായി തന്നെ സർവകലാശാല ആക്ട് ആൻഡ് സ്റ്റാറ്റ്യൂട്ട്സിലുണ്ട്. കോടതിയിലേക്ക് പോയി, കോടതി അതിൽ ഇടപെട്ടില്ല. അപ്പോൾ കെ എസ് അനിൽകുമാറിനൊപ്പം ഉണ്ട് ഷഫീദ്. പക്ഷെ അതുകൊണ്ട് പരിഹാരമാവുന്നില്ല. അതിന് മുകളിലുള്ള ഉത്തരവുകൾ വരും, ഉത്തരവിന് പിന്നാലെ ഉത്തരവുകൾ വരും. അതങ്ങനെ സംഘർഷ കലാപശാലയെ തുടരും എന്നല്ലേ മനസ്സിലാക്കേണ്ടത് ഷഫീദ്? കാര്യം കാരണം വെടിനിർത്താൻ ആരും തയ്യാറാകുന്നില്ല. മാത്രവുമല്ല ഇരുപക്ഷത്തും വലിയ ശക്തി ഉണ്ട് എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരു വശത്ത് ചാൻസലർ കൂടിയായ ഗവർണർ, ആ ഗവർണർ നിൽക്കുന്ന പക്ഷത്ത് മുൻ വി സി അത് താൽക്കാലിക വി സി ആയ സിസ തോമസും, അതേപോലെ തന്നെ ഇപ്പോൾ കേരള സർവകലാശാല വി സി ആയിട്ടുള്ള മോഹൻ കുന്നുമൽ, അദ്ദേഹം വിദേശത്തേക്ക് പോയിരിക്കുകയായിരുന്നു, അദ്ദേഹം മടങ്ങിയെത്തിയിട്ടുണ്ട്. അതടക്കമുള്ള ആളുകളുണ്ട്. മറുവശത്താകട്ടെ ഇതിനകത്ത് രജിസ്ട്രാറെ മുന്നിൽ നിർത്തി, സ്വാഭാവികമായി നമുക്കറിയാം രജിസ്ട്രാറെ മുന്നിൽ നിർത്തി സിൻഡിക്കേറ്റ് ആണ്. ആ സിൻഡിക്കേറ്റിന്റെ തീരുമാനം അതൊരു രാഷ്ട്രീയ തീരുമാനം കൂടിയാണ്. കാരണം എവിടെ നിന്നാണ് ഈ പ്രശ്നം തുടങ്ങിയത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കൃഷി വകുപ്പിന്റെ പരിസ്ഥിതി ദിന പരിപാടി കാവിക്കൊടിയേന്ത്യ ഭാരതാംബ ചിത്രത്തിൽ പുഷ്പാർച്ചനയും അതേപോലെ തന്നെ നിലവിളക്കം കൊളുത്തണം എന്നുള്ള കാര്യത്തിൽ അവിടെ നിന്ന് സർക്കാർ നിലപാട് പറയുന്നു. നമുക്കറിയാം അത് ഏത് സാഹചര്യത്തിലാണെന്ന്. അതിനുശേഷം ഇങ്ങോട്ടേക്ക് പിന്നീട് നമ്മൾ കണ്ടത് അത്രയും നാടകീയ സംഭവങ്ങളാണ്. പ്രത്യേകിച്ച് രാജ്ഭവനിൽ സ്കൗട്ട് ആൻഡ് ഗൈഡ് സർട്ടിഫിക്കറ്റ് വിതരണ ചടങ്ങിൽ നിന്ന് മന്ത്രി വി ശിവൻകുട്ടി അവിടെ ഒരു കാര്യം പറഞ്ഞ് സർക്കാർ നിലപാട് വ്യക്തമാക്കിയ പരിപാടി ബഹിഷ്കരിച്ചിറങ്ങിയത് മുതൽ ഇരു കൂട്ടരും തമ്മിൽ മുഖാമുഖം നിന്ന് പോരടിക്കുകയാണ്. കാവിക്കൊടിയേന്ത്യ ഭാരതാംബ വിവാദവുമായി ബന്ധപ്പെട്ട് അതിൽ രാജേന്ദ്ര വിശ്വനാഥ് ഹാർലേക്കർ സർക്കാർ അങ്ങോട്ടും കത്തയക്കുന്നത് നമ്മൾ കണ്ടു. കത്തുകൾ വഴി പ്രോട്ടോകോൾ ലംഘനം, അതേപോലെ സർവകലാശാല ആസ്ഥാനത്തെ കാവിക്കൊടിയേന്ത്യ ഭാരതാംബ, അത് ഈ പത്മനാഭ സേവാ സംഘം എന്ന് പറയപ്പെടുന്നവർ നടത്തിയ പരിപാടിയിൽ ആ ദിവസം നമ്മൾ കണ്ടതാണ്. ആ പരിപാടി തടസ്സപ്പെടുത്താൻ SFIയും അതേപോലെ തന്നെ DYFI അടക്കം ശ്രമിക്കുന്നത്. അതിനുശേഷം രജിസ്ട്രാർ വന്ന പരിപാടി സർവകലാശാല ചട്ടങ്ങൾക്കെതിരെയാണെന്ന് പറയുന്നത്. പിന്നീട് ഇങ്ങോട്ടേക്ക് വന്ന് എത്തി നിൽക്കുന്ന കേരള സർവകലാശാല പ്രതിസന്ധി എന്ന് പറയുന്നത് സർവകലാശാലയിൽ 2 രജിസ്ട്രാർമാർ വരുന്നു. അതൊന്ന് സിൻഡിക്കേറ്റ് നിയമിച്ച രജിസ്ട്രാറും 2 അത് VC നിയമിച്ച രജിസ്ട്രാറും. അതിനുശേഷം നമ്മൾ കണ്ടതാണ് ആ കാര്യത്തിലേക്ക് പോകുമ്പോൾ തന്നെ നമ്മൾ കണ്ടതാണ് ജോയിന്റ് രജിസ്ട്രാറെ മാറ്റുന്നത്. നമ്മൾക്ക് ജോയിന്റ് രജിസ്ട്രാർ ചുമതല കൊടുക്കുന്നു, അദ്ദേഹത്തെ മാറ്റുന്നത് കണ്ടു. ഒരു അടിയന്തര സിൻഡിക്കേറ്റ് യോഗത്തിൽ നടന്ന നാടകീയമായ സംഭവങ്ങളും സിസ തോമസ് ഇറങ്ങിപ്പോകുന്നതും ശേഷം മറ്റാർക്കും വിവരം കൊടുക്കാതെ സിൻഡിക്കേറ്റ് രജിസ്ട്രാറെ നേരം അദ്ദേഹത്തിന് വീണ്ടും സസ്പെൻഷൻ പിൻവലിക്കുന്നതും ഒക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ അത്യന്തം നാടകീയമാണ്. അതിലേതെങ്കിലും കൂട്ടർ അത് അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ടുകൊടുക്കുമെന്ന് ഇപ്പോഴും നമുക്ക് പറയാൻ കഴിയില്ല. ഇനി ഇക്കാര്യത്തിലുള്ളത് ഒന്ന് രജിസ്ട്രാറായിട്ടുള്ള കെ എസ് അനിൽകുമാർ ഇപ്പോൾ അദ്ദേഹത്തിന്റെ ക്യാബിനിലേക്ക്, അദ്ദേഹത്തിന്റെ മുറിയിലേക്ക് എത്തി അദ്ദേഹം ഇപ്പോൾ അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ ചെയ്യുന്നു. പക്ഷേ അദ്ദേഹം എന്ത് കാര്യങ്ങൾ ചെയ്യുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം ഈ VC നിയമിച്ചിട്ടുള്ള മിനി കാപ്പന്റെ അടുത്തേക്ക് ഫയലുകൾ പോട്ടെ എന്നുള്ള VCയുടെ ഉത്തരവുണ്ട്. സ്വാഭാവികമായും അപ്പോൾ എന്താണ് അഡ്മിനിസ്ട്രേറ്റീവ് തലത്തിൽ ഇവിടെ ഉണ്ടാകാൻ പോകുന്ന പ്രതിസന്ധി എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് ഒന്നാമത്തെ കാര്യം. അത് വിദ്യാർത്ഥികളടക്കം തുടർ വിദ്യാഭ്യാസത്തെ അടക്കം ബാധിക്കുന്ന ഒരു കാര്യമാണ്. ഇന്ന് രണ്ടാമത്തെ കാര്യമായി പറഞ്ഞാൽ സർവകലാശാലയിൽ ഇപ്പോൾ നടക്കുന്ന നാടകീയ നീക്കങ്ങൾ അത് പല തരത്തിൽ സംസ്ഥാന സർക്കാരിനും സംസ്ഥാനത്തിനുമൊക്കെ നാണക്കേടുണ്ടാക്കുന്ന തരത്തിലേക്കുള്ള കാര്യങ്ങൾ. അത് ഹൈക്കോടതി കയറി, ഇനിയും അത് ഹൈക്കോടതി കയറുമോ? രജിസ്ട്രാർക്ക് ഒരു പക്ഷേ ഈ വിഷയത്തിൽ ഹൈക്കോടതിയെ സമീപിക്കാൻ കഴിയില്ല. കാരണം അദ്ദേഹത്തിന്റെ ഹർജി അത് മടക്കിയിട്ടുണ്ട്, തീർപ്പാക്കിയിട്ടുണ്ട്. പക്ഷേ സിൻഡിക്കേറ്റിന് പോകാം. സിൻഡിക്കേറ്റ് പോകുമോ? ഹൈക്കോടതി നിർദ്ദേശാനുസരണം നിലവിൽ ഇപ്പോൾ സിൻഡിക്കേറ്റ് എടുത്ത തീരുമാനത്തെ അംഗീകരിച്ച ഹൈക്കോടതി പറഞ്ഞൊരു കാര്യം അപ്പലൈറ്റ് അതോറിറ്റിയെ സമീപിക്കാമെന്നുള്ളതാണ്. ആരാണ് ഈ അപ്പലൈറ്റ് അതോറിറ്റി എന്ന് ചോദിച്ചാൽ സർവകലാശാലയുടെ അപ്പലൈറ്റ് അതോറിറ്റി ചാൻസലറാണ്. പക്ഷേ ചാൻസലർക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ഒരു സിൻഡിക്കേറ്റിന് മേൽ എത്രത്തോളം സമ്മർദ്ദം ഉണ്ടാക്കാൻ കഴിയും, മാത്രവുമല്ല അവരുടെ തീരുമാനത്തെ എങ്ങനെ കണ്ടില്ലെന്ന് വെക്കാൻ കഴിയും, ഒക്കെയുള്ളത് ചോദ്യമാണ്. ഏതായാലും ആ രീതിയിലുള്ള പ്രതിസന്ധികൾ പലതുണ്ട്. അതേസമയം രാഷ്ട്രീയമായി അത് സർവകലാശാല ആസ്ഥാനത്തേക്ക് ഇടതനുകൂല സംഘടനകൾ നടത്തുന്ന മാർച്ച് അത് ഡയറക്റ്റായി തന്നെ രാജ്ഭവന് മുൻപിലേക്ക് അവർ നടത്തുന്ന ഒരു പൊളിറ്റിക്കൽ മെസ്സേജ് കൂടിയാണ്. കാരണം VCക്കെതിരെ ചാൻസലർക്കെതിരെ നടത്തുന്ന ഓരോ സമരങ്ങളും അത് രാഷ്ട്രീയമായി അത് രാജ്ഭവനെതിരെയും ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ഹാർലേക്കർക്കെതിരെയുമാണ്. പലതരത്തിലുള്ള നാടകീയ നീക്കങ്ങൾ നമ്മളിന്നും പ്രതീക്ഷിക്കുന്നുണ്ട്. ഇന്ന് SFI അതേപോലെ തന്നെ SFIയുടെ രാജ്ഭവൻ മാർച്ച് എന്നതിനപ്പുറത്തേക്ക് മോഹൻ കുന്നുമൽ സർവകലാശാലയിൽ എത്തിയാൽ SFI തടയുമെന്ന് അവർ പ്രഖ്യാപിച്ചിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. ASFന്റെ പ്രവർത്തകർ, ASFന്റെ സംഘടനാ പ്രവർത്തകരൊക്കെ ഇതിനോടകം തന്നെ സർവകലാശാലയ്ക്ക് അകത്തുണ്ട്. അപ്പോൾ പുറത്ത് മെയിൻ ഗേറ്റിൽ കെട്ടിയിരിക്കുന്ന ബാരിക്കേഡ് എത്ര കണ്ട് ഈ പ്രതിഷേധങ്ങളെ തടയാൻ കഴിയുമെന്നുള്ളത് വലിയ ചോദ്യമാണ്. മുൻപ് ആദ്യം ഈ ഷിജു ഖാനൊക്കെ വന്ന് ഇന്ന് രാവിലെ പോലീസ് സുരക്ഷാ സംവിധാനങ്ങൾ ഉപയോഗിച്ച് പോലീസ് ഇവിടെയൊക്കെ പൂട്ടിട്ടതാണ്. അപ്പോൾ നമ്മൾ വിചാരിച്ചാണ് കെ എസ് അനിൽകുമാറിനെ തടയാനുള്ള നീക്കം. പക്ഷേ അതൊന്നുമല്ല, അതൊക്കെ തുറന്നു കൊടുക്കേണ്ടി വന്നു. കെ എസ് അനിൽകുമാറിനെ ഇപ്പോൾ ചാർജ് എടുത്തിരിക്കുന്നുണ്ട്. VCയുടെ തീട്ടൂരങ്ങളെ, VCയുടെ വെല്ലുവിളിയെ ഒന്നും മുഖവിലേക്ക് എടുക്കുന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ രജിസ്ട്രാർ കെ എസ് അനിൽകുമാറിന്റെ അദ്ദേഹത്തിന്റെ നിലപാട്. അദ്ദേഹം പറഞ്ഞൊരു ഒറ്റ കാര്യമുണ്ട്, നിയമത്തിന്റെ വഴിക്ക് നടക്കട്ടെ. അപ്പോൾ ഹൈക്കോടതിയിൽ നിന്ന് അവർക്ക് ലഭിച്ച ആ ഒരു മേൽക്കൈ, ആ ഒരു പോസിറ്റീവ് സൈൻ, അതിനെ പിടിച്ചുകൊണ്ടാണ് രജിസ്ട്രാറും സിൻഡിക്കേറ്റും ഇപ്പോൾ കേരള സർവകലാശാല ആസ്ഥാനത്ത് എത്തിയിരിക്കുന്നത്. ഞാൻ മുൻപ് സൂചിപ്പിച്ചിട്ടുള്ള മാസ്കറ്റ്